സ്വാഗതം സ്വാഗതം. ഇന്ന് അവര് പറയാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കുട്ടി വ്ളോഗാണ്. കുട്ടി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു രീതിയിൽ മീൻകറി വെക്കുന്നത്, ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് വെക്കുന്നത് എന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു ചെറുതായിട്ട് അത്രേ പറയാനുള്ളൂ. അതാണ് ഇന്നത്തെ വീഡിയോ. ഇത് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ വീഡിയോ എടുത്തു തന്നത് മോനാണ് വീഡിയോ എടുത്തു തന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മോനാണ് വീഡിയോ ഒക്കെ എടുത്തു തന്നത്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് നല്ല സപ്പോർട്ട് ചെയ്യണം. നമുക്കൊക്കെ അത്ര നമ്മൾ ആദ്യം തുടങ്ങുമ്പോഴത്തേന് വീഡിയോ എടുക്കുന്നതിലൊക്കെ എന്താ പറയുന്നത്, നല്ല ക്ലിയർ ഒന്നും കാണത്തില്ല. കാരണം നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. പിന്നെ പഠിച്ച് എഡിറ്റിംഗ് ആയാലും എല്ലാം പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും നല്ല സബ്സ്ക്രൈബും ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, അങ്ങനെ എല്ലാ സപ്പോർട്ടും ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ എന്താ പറയുന്നത് നല്ലപോലെ റീച്ച് ആവാത്തോട്ട് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറേയൊക്കെ എൻ്റെ ഭാഗത്തു നിന്നും മിസ്റ്റേക്ക് വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വീഡിയോ എടുത്തു തരാൻ വേറെ ആരുമില്ല കേട്ടോ. അപ്പം മോനാണ് ഇന്ന് വീഡിയോ എടുത്തപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് അവൻ തന്നെ എടുത്തു തന്നത്. പിന്നെ അത്ര വലിയ ഞാൻ അകത്ത് വെച്ചിട്ട് എടുത്തുകൊണ്ട് അത്ര വലിയ കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇനി ക്ലാരിറ്റിയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. കാക്ക സമ്മതിക്കൂല. ഇനി വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവരും എൻ്റെ തട്ടിക്കൂട്ട് മീൻകറി കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പം എല്ലാവരും പോയി എൻ്റെ വീഡിയോ കണ്ടിട്ടോ. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ വെക്കാൻ പോകുന്ന ഇന്ന് വെക്കാൻ പോകുന്ന മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ അയലയാണ് ഇന്ന് കിട്ടിയത്. അപ്പം എൻ്റെ രീതിയിൽ എങ്ങനെയാണ് അയല കറി വെക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ അയല കണ്ടിച്ച് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഉപ്പ് കിണ്ണം. അപ്പം ഞാൻ കാണിച്ചു തരാവേ. ഇതിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിക്ക് കണ്ടിച്ചിടാവേ. തക്കാളിക്ക കണ്ടിച്ചിട. എൻ്റെ ഒരു രീതിക്കാണ് ഇടുന്നത്, കറി വെക്കുന്നത് കേട്ടോ. ഞാൻ എങ്ങനെയാണോ കറി വെക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു 2 തക്കാളിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അയല മീൻ നെയ്ത്തിന് പുളി ഇല്ലെങ്കിൽ അത്ര ഒരു രസമില്ല. അതുകൊണ്ട് കുഞ്ഞു തക്കാളിക്ക ആയതുകൊണ്ട് 2 തക്കാളിക്ക ഇട്ടിട്ടുണ്ടേ. ഇനി അതിനകത്തിട്ട് നമുക്ക് 2-3 പച്ചമുളക്, ഉണ്ടമുളക് ഉണ്ടല്ലോ, മണത്തിന് വേണ്ടിയിട്ട്. അത്ര വലിയ എരിയില്ല, മണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 2 മതിയില്ലേ, നോക്കിയിട്ട് പിന്നിടാം. ഇപ്പം നമുക്ക് അരപ്പിനായിട്ടുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഒരു കുഞ്ഞ് തേങ്ങ ആയതുകൊണ്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ. കുറച്ച് മീനല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള. ഇപ്പം പിള്ളേരങ്ങനെ കഴിക്കുന്നതുകൊണ്ട് അധികം എരി പിള്ളേർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു 3/4 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു മല്ലിപ്പൊടി. അപ്പം നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ തേങ്ങ മുളക് പൊടി ഇട്ടിട്ട് ഇനി നമ്മൾ ഒരു അതിനാവശ്യത്തിനൊരു മല്ലിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. മല്ലിപ്പൊടി ക്യാമറമാൻ എൻ്റെ മോനാണ് കേട്ടോ, അവനാണ്. അപ്പം എന്തെങ്കിലും വീഡിയോയ്ക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. പിന്നെ കൊച്ചുള്ളി വേണം, 2 കൊച്ചുള്ളിയും ഇടണം. അപ്പോൾ നമ്മൾ 2-3 കൊച്ചുള്ളി മതി. അപ്പം നല്ല ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2-3 കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ട് ഇത്രയും കൂടെ കൂട്ടി നമുക്ക് അരച്ചെടുത്തിട്ട് കാണാം.
അപ്പോഴത്തേനും നമ്മൾ മീൻ റെഡിയാക്കി നമ്മൾ തക്കാളിക്കും ഉണ്ടമുളകൊക്കെ ഇട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചേക്കുന്നില്ലേ, അതിലോട്ട് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ തേങ്ങയും അതൊക്കെ വെച്ചേക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അരപ്പും അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം, അധികം അങ്ങ് വെള്ളം പോലെ ഇരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം കണ്ടോ, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതായിരിക്കും. എരി കുറച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് കഴിക്കേണ്ടത് കൊണ്ട് എരി കുറച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇനി അതിനകത്ത് പുളി പിഴിഞ്ഞൊഴിക്കണം. അപ്പം ഇത് പുളി പിഴിഞ്ഞൊഴിക്കുന്ന വെച്ചാൽ ഒന്നും കൂടെ തിളച്ചിട്ട് പുളിയും പിഴിഞ്ഞൊഴിച്ച് ഉലുവപ്പൊടി തിളച്ചിട്ടേ ഇടത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട്, കാറ്റുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ. ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിരുന്നിട്ട് ഇതൊന്ന് റെഡി ആവട്ടെ. ഒന്ന് തിളച്ചതിന് ശേഷം പുളിയും പിഴിഞ്ഞൊഴിച്ച് നമുക്ക് ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കാണാം. അപ്പോൾ ഇതിന് തിളക്കട്ടെ, റെഡി ആവട്ടെ. ഇതിനാവശ്യമായിട്ട് ഈ പുളി വേണ്ടേ, പുളി വെള്ളത്തിലിടണ്ടേ. അപ്പോൾ പിഴുപുളി, ഇവിടെ പിഴുപുളി എന്നൊക്കെയാണ് പറയുന്നത്. ഈ പിഴുപുളി നമുക്ക് എടുത്ത് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ആവശ്യത്തിനുള്ള പുളിപ്പുളി ഒരു കുഞ്ഞ് വേണ്ട, ഇത്രയും ഒരു നെല്ലിക്ക വലുപ്പത്തിന് മതി. അപ്പം നമ്മൾ പുളിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചേക്കാം. അപ്പം ഈ മീൻ തിളയ്ക്കുമ്പോഴത്തേന് ഇതിലിന്ന് പുളിയിൽ വെള്ളമൊക്കെ കറക്റ്റായി റെഡി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് മീനൊക്കെ തിളയ്ക്കാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് റെഡി ആകുമ്പോഴത്തേന് അപ്പോൾ ഇത് റെഡിയാവും. ഓക്കെ, എന്നിട്ട് മീൻ വറക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇത് പേരെന്തോന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. അങ്ങനെ അത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മീൻ. എന്ത് മീനാന്ന് ചോദിച്ചാൽ എന്തോ മീനാന്ന് നമുക്കറിഞ്ഞൂടെ, പാരയോ എങ്ങണ്ടാന്ന് തോന്നുന്നു. എന്നിട്ട് ഇതിനകത്ത് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി കൊടുത്താൽ മതി. രുചി കറക്റ്റ് അറിയില്ല. വേഗം വരെ. എന്നിട്ട് ഇനി മഞ്ഞപ്പൊടി, എന്താണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ മസാല ഇടുന്നത്. ഓരോ സ്ഥലത്തും മുളക് പൊടി കുറച്ച്, മുളക് പൊടിയാണ് 2 സ്പൂണൊന്നുമില്ല, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഒരു ലേശത്തിന്, മല്ലിപ്പൊടി ഇച്ചിരി കൊടുക്കും, പൂല മുളക് പൊടി, ലേശം മല്ലിപ്പൊടി. മീൻ ഒരു നല്ല ഒരു രുചിയും മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. ലേശം മസാലപ്പൊടി. എന്നിട്ട് ഇതിനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ മസാലയൊക്കെ തേച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് അവിടെ ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പം മീൻ കറിയൊക്കെ റെഡി ആകുമ്പോഴത്തേന് ഇതിലെ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കും. ഓക്കെ, അപ്പം നമ്മുടെ മീൻ നല്ലതുപോലെ തിളച്ചേട്ടെ. നമ്മുടെ മീൻ നല്ലപോലെ ഇതായിട്ടുണ്ട്, നല്ലപോലെ തിളച്ച്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം അപ്പം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എൻ്റെ അടിയിൽ മട്ട് കാണും, അതൊഴിച്ചു കൊടുക്കണ്ട. ഇതിപ്പം കറക്റ്റ് പുളി ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കണം വെച്ചാൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉലുവപ്പൊടി നമ്മൾ ഈ തിളച്ച് കഴിയുമ്പോഴത്തേന് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ആ ഒരു മണമൊക്കെ അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പം ഇനി ഇവിടെ ഇരുന്ന് കറക്റ്റ് പരുവത്തിന് ആവുമ്പോഴത്തേന്, നമുക്ക് പറ്റി കഴിക്കാനുള്ള പരുവത്തിനാകുമ്പോഴത്തേനും
ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് ഇനി അവസാന ഘട്ടത്തിലാകുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. അപ്പോഴത്തേനും നമുക്ക് ഇനി അടുത്തത് മീൻ വറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. അപ്പം ചീഞ്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോഴത്തേനും നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് മീൻ പൊള്ളിച്ചെടുക്കാം. ഓക്കെ, നമുക്കെടുത്ത് ഇന്നത്തെ ഉച്ചക്കലത്തെ ലഞ്ചാണ് ഇല്ലേടാ. അപ്പം നമ്മളിപ്പം ആവശ്യത്തിന് വേണ്ടിയിട്ട് വറക്കുന്നുള്ളൂ കേട്ടോ, എല്ലാം കൂടെ വറക്കുന്നില്ല. അപ്പം നമ്മുടെ മീൻകറി റെഡിയായി. മീൻകറി എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് വെള്ളമൊക്കെ അധികം വെള്ളം ഇല്ല കേട്ടോ. ഇത് അയലയായിട്ട് അങ്ങനെ ഇളക്കേ ചെയ്യരുത്, പൊടിഞ്ഞു പോവും. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ടേ. ഇനി ഇവർക്ക് മീൻകറി റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്കുള്ള ചോറ് കൊടുക്കാന്നുള്ളതാണ്. മീൻകറി റെഡി ആയിട്ടുണ്ട്, ഉച്ചയ്ക്ക് കഴിക്കാറായിട്ടുണ്ടേ. അപ്പോൾ ചോറ്, പിന്നെ നമ്മൾ പൊരിച്ച മീൻ, ഇവർക്കൊക്കെ ഇത് ഇവരുടേതായിട്ടൊരു പ്ലേറ്റ് ആണ് കേട്ടോ. അപ്പം മീൻ പൊരിച്ചത്. അടുത്തത് ചീനി നല്ല നല്ല വെന്ത ചീനിയാണ് കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ മീൻകറി കഴിക്കുന്നു. ഇവർക്ക് എരിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ കഴിക്കാതിരിക്കുന്നത്. പക്ഷെ എരി കുറവാണ് ഇത്രേ, ഉച്ച എരി കുറച്ചായിട്ടേക്കുന്നത്. അങ്ങനെ മീൻകറിയും മീൻകറിയും ഒക്കെയാണ്. ഇതാണ് ഇന്നത്തെ മീൻകറി ഞാൻ വെക്കുന്ന മീൻകറി ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് വലിയ അറിവൊന്നുമില്ല. അപ്പം അവൻ അത് കഴിക്കുന്നതും കൂടെ കാണുമ്പോഴല്ലേ ഒരു രസം തോന്നുന്നുള്ളൂ. ഓ, എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പം കഴിക്കുക. അപ്പം ഇതിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഫസ്റ്റ് വീഡിയോ ഒക്കെ ആയതുകൊണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.